സോറി. ഹലോ എവ്രി വൺ, ഞാൻ അമ്മു മഹാദേവൻ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട, ഏറെ സുപരിചിതനായ, പ്രൊഫഷണലി ഒരു ഡോക്ടറായ, നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങിൽ ഒരു വലിയ ഇമ്പാക്റ്റ് തന്ന്, ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ സിവിൽസ് 360 IAS അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസിഡറായ നമ്മുടെ സ്വന്തം ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണനാണ്. വെൽക്കം ഡോക്ടർ. നമസ്കാരം. എനിക്ക് തോന്നുന്നു ആദ്യമേ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ടു യു ടു. കാരണം ഞാൻ ആക്ച്വലി വളരെ റെയറായിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂസും പോഡ്കാസ്റ്റൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പം 2026 എൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. അത് അമ്മൂടെ കൂടെയാണ്. വെൽക്കം അമ്മു. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷം? വിശേഷം ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ആക്ച്വലി ഞങ്ങൾ ഗുരുവായൂരായിരുന്നു. പ്രാർത്ഥനയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ പീസ്ഫുള്ളി പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിവിൽസ് 360 IAS അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പിറകിലൊരു വലിയ സ്റ്റോറി ഉണ്ട്. ഓക്കെ, കാരണം ഞാൻ കുട്ടിക്കാലത്ത് അധികം പഠിക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നു. അപ്പം ഭയങ്കര സ്റ്റുഡിയസ് അല്ല, ഭയങ്കര ടാലൻറ്റഡ് അല്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി കുട്ടിക്കാലത്തെ ഈ നമ്മുടെ അറിയാമല്ലോ, നമുക്ക് ആദ്യമൊക്കെ പട്ടാളക്കാരനാവുക, പിന്നെ പൈലറ്റ് ആവുക. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 8th 9th 10th ആയപ്പം എനിക്കൊരു IAS ഓഫീസർ, ഓക്കെ, കളക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് തോന്നുന്നു കിങ് മൂവി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ, കുട്ടിക്കാലത്ത് നമുക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വരും. അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ 8th വരെ റിയാദിൽ പഠിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് ഞാൻ MG മോഡൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടി എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അധികം പഠിക്കാൻ പറ്റിയില്ല. അപ്പം വീട്ടിൽ നിന്നുള്ള പ്രഷർ എല്ലാം കൂടെ കാരണം എനിക്ക് മാർക്ക് കുറവായിരുന്നു 10th. അപ്പോൾ ആ ടൈമിൽ ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ എൻ്റെ ഫാദർ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. കാരണം പുള്ളിക്കാരൻ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്, എനിക്ക് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു പഠിക്കുക എന്നുള്ളത്. പക്ഷേ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. മേ ബി ചിലപ്പോൾ എനിക്ക് ആ ഒരു സമയത്തുള്ള എൻ്റെ ഒരു മെൻ്റൽ പ്രഷറോ കാര്യങ്ങളോ കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, മാർക്ക് കുറവായിരുന്നു. പുള്ളിക്കാരൻ +1 അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പം ആ ടൈമിൽ ഞാൻ CBSE പഠിച്ചിരുന്നത്. അങ്ങനെ ഞാൻ SN പബ്ലിക് സ്കൂൾ ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് ഓക്കെ, നമ്മുടെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ കളക്ടർ ആവുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ സ്കൂളിൽ ചെന്ന സമയത്താണ് ഞാൻ അറിയുന്നത് എനിക്ക് ബയോ കമ്പ്യൂട്ടർ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ മാർക്ക് കുറവായത് കാരണം എനിക്ക് ബയോ കമ്പ്യൂട്ടറെ അവർ തരത്തുള്ളൂ. 4 പേർക്ക് ബയോ കമ്പ്യൂട്ടർ ഉണ്ട്, അതിലൊരു സീറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഈ മാത്സ് ഒക്കെ എടുത്തിട്ട് എഞ്ചിനീയറിംഗ് പോയി അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യാം, സിവിൽ സർവീസ് ട്രൈ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വന്നപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ ആഗ്രഹം എന്ത് ചെയ്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. കാരണം എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ മാത്രമേ പോകാൻ പറ്റൂ, ഒന്നുകിൽ ഡെൻറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീൽഡിൽ മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ആഗ്രഹം, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഫോഴ്സ്ഫുള്ളി എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അവിടെ പോസ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ പ്ലാൻ ചെയ്തിരുന്ന എൻ്റെ ഒരു ലൈഫ് എഞ്ചിനീയറിംഗ് പോയിട്ട് അവിടെ നിന്ന് പോകാമെന്നുള്ളതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എനിക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് ആ ഒരു സമയത്ത് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഫോഴ്സ്ഫുള്ളി ഐഡിയ ഉണ്ടായിരുന്നു, അല്ല എങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് അല്ല മെഡിക്കൽ ഫീൽഡ് ആ സമയം വരെ ഇല്ലായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് കിട്ടുന്നവരെ എൻ്റെ മൈൻഡിൽ ഡോക്ടർ ആകണം എന്നുള്ളൊരു സാധനം ഇല്ലായിരുന്നു. അപ്പോൾ ഫോഴ്സ്ഫുള്ളി ആ സമയത്ത് എനിക്ക് ബയോ കമ്പ്യൂട്ടർ എടുക്കേണ്ടി വന്നു. പിന്നെ ഞാൻ അതിലേക്ക് പഠിച്ചപ്പം പിന്നെ എൻ്റെ സറൗണ്ടിങ്സിലുള്ള എൻ്റെ റിലേറ്റീവ്സ് കസിൻസ് എല്ലാം ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്, IIT കിട്ടിയ ആൾക്കാരാണ്. അതൊക്കെ വെച്ച് ആ ഒരു കുട്ടിക്കാലം മുതലേ ഉള്ള ഭയങ്കര പ്രഷർ പഠിത്തത്തിലാണ്. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും കമ്പാരിസൺ, റോബിൻ ഓക്കെ അധികം പഠിക്കുന്നൊരു കുട്ടിയല്ല. അപ്പം റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷന് പോയാലും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്താണെങ്കിലും ആ രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പം അവർക്ക് വിഷമമുണ്ടായി. കാരണം അവർ നോക്കുമ്പോൾ അവർ എനിക്ക് എല്ലാ രീതിയിലും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് പറ്റുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് MBBS അഡ്മിഷൻ മേടിച്ചു. ഞാൻ MBBS അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച് ഡോക്ടറായി. അത് കഴിഞ്ഞ് ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറായിട്ട് 2014 ഇപ്പോൾ ജോയിൻ ചെയ്തു. ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വരെയും ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാൻ നൈറ്റ് IP പേഷ്യൻ്റ് ഇൻചാർജ് ആയിരുന്നു. അഡ്മിഷൻ ആവുന്ന പേഷ്യൻസിൻ്റെ നൈറ്റ് ഇൻചാർജ്. അത് മാത്രമല്ല ഞാൻ രാവിലെ 3:30 ജനിച്ചത്. അപ്പോൾ ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെ ആ സമയത്ത് എനിക്കൊരു 7 വർഷം ഞാൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ട്. അത് എത്ര പേർക്ക് ആ ഒരു ഇത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ ആം റിയലി ലക്കി, കാരണം ആ ഒരു കാര്യത്തിൽ ബ്ലെസ്ഡ് ആയിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു MBBS കഴിഞ്ഞാൽ അടുത്തത് MD അല്ലെങ്കിൽ PG എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. കാരണം എനിക്കിങ്ങനെ കുറേ ആഗ്രഹങ്ങളുള്ളത് കാരണം ഞാൻ ഇൻ കേസ് MD ഒരു PG എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വേറൊരു ട്രാക്കിൽ പോകും. ചിലപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നമുക്കതിനുള്ളൊരു സമയം കിട്ടത്തില്ല. അപ്പം
നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. നമുക്ക് അതിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, ചേസ് ചെയ്യുക, അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, അത് അച്ചീവ് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്തിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും വലിയ പ്രഷറില്ലായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ആ സമയത്ത് ഞാൻ ഓക്കെ ആണെങ്കിൽ അത് നോക്കട്ടെ എന്ന്. കാരണം അവർ നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതേ ലൈക്ക് വെയിറ്റിംഗ്. എപ്പോഴും നമ്മൾ സക്സസ് ആവുന്നവരെ നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും എല്ലാവരും. വൺസ് സക്സസ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും അന്ന് നമ്മൾ എനിക്കത് അറിയായിരുന്നു, ഈ പയ്യൻ ഇങ്ങനെ എത്തും, അല്ലെങ്കിൽ അവൻ എടുത്തിരുന്ന ഡിസിഷൻ കറക്റ്റായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യും, ആ സമയത്ത് പറയാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇന്ന് ആ പറഞ്ഞ പല റിലേറ്റീവ്സും എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പലരും എന്നെ ഇപ്പോൾ പല ഫങ്ഷൻസിനാണെങ്കിലും പല സ്ഥലത്ത് കാണുമ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസ് ആണെന്ന്, അല്ലെങ്കിൽ റോബിൻ്റെ റിലേറ്റീവ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആണെന്ന് പറയുമ്പം അത് ഞാൻ ആ കുട്ടിക്കാലത്ത് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അനുഭവിച്ചിരുന്ന ആ ഒരു ട്രോമേൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലാണെങ്കിലും എന്നെ ആരും വിളിച്ചതല്ല. ഞാനായിട്ട് അങ്ങോട്ട് എനിക്കൊരു ചാൻസ് വേണം എന്ന് പറഞ്ഞ് പോയി ഞാൻ അതിലേക്ക് ഓഡിഷനിൽ സെലക്റ്റഡ് ആയിട്ട് ഞാൻ ഈ ഷോയിൽ വന്ന ഒരാളാണ്. അപ്പം ഒബ്വിയസ്ലി എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫ് കാണുന്ന രണ്ട് രീതിയിലാണ്. ലൈഫ് ബിഫോർ ബിഗ് ബോസ്, ആഫ്റ്റർ ബിഗ് ബോസ്. അപ്പം ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അധികം ഫ്രണ്ട്സ് ഇല്ലാത്ത ഒരാളായിരുന്നു കുട്ടിക്കാലത്ത്. എനിക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും സംസാരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അധികം ഫ്രണ്ട് സർക്കിളില്ല. പിന്നെ ലൈക്ക് കുറച്ചൊക്കെ ലോൺലിനെസ് ഉള്ള ഒരാൾ, പിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര്, നമ്മൾ കാണുന്ന ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പം സത്യം പറയാൻ പ്രാന്തായി പോകും. കാരണം ആ ഒരു ഫെയിം, അല്ലെങ്കിൽ ഞാൻ കാണുമ്പം വേറൊരു ലോകം കാണുന്ന, മനസ്സിലായില്ലേ? ഞാൻ ഇന്നേവരെ എൻ്റെ ജീവിതത്തിൽ കാണാത്ത ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നു, സംസാരിക്കും. ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഇപ്പോഴും എനിക്കുണ്ട്. കാരണം എനിക്ക് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കാതെയാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. ഞാനത് ഏൺ ചെയ്തെടുത്തതാണ്. സോ അത് എനിക്കിപ്പോഴും നിലനിൽക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. സോ ഐ എം റിയലി സോ ഹാപ്പി. കാരണം ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എനിക്ക് ആ ഒരു ഫെയിം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു. അതിലെനിക്ക് കുറച്ച് വീഴ്ചകൾ വന്നു. ഞാനൊരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ലൈഫ്. സോ അങ്ങനെ കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഞാനൊരു ഹെൽത്ത് കെയർ കമ്പനി, വെൽമൗണ്ട് ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി. അത് കഴിഞ്ഞതിന് ശേഷം മലബാർ ഗ്രൂപ്പ്, മൈജി, അവരുടെയൊക്കെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് അവരുടെ ബ്രാൻഡ് അംബാസഡറാണ്. ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. അതേപോലെ നമ്മുടെ കോട്ടയത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി പ്രോമിസ് ബിൽഡേഴ്സ്, അവരുടെ ബ്രാൻഡ് അംബാസഡറാണ്. പിന്നെ ട്രേഡ് മാക്സ് അക്കാഡമി, അതുവരെ വന്നൊരു ട്രേഡിംഗ് അക്കാഡമി, അതിൻ്റെ ബ്രാൻഡിങ് പാർട്ണറാണ്. പിന്നെ ട്രാൻസ്ഫോഴ്സ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോഡിംഗ് കമ്പനിയുണ്ട്, അതിൻ്റെ ബ്രാൻഡിങ് പാർട്ണറാണ്. എൻ്റെ അച്ഛന് തന്നെ ഒരു സ്ഥാപനമുണ്ട്, ഓർബിറ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വൈസ് ചെയർമാൻ ആൻഡ് CEO ആണ്. ഫൈനലി ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ആഗ്രഹം ഞാൻ പാതി വഴിയിൽ അത് ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് അറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് ആ ഒരു കാര്യം എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കണക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് സാഫിർ ബ്രോൻ്റെ മെസ്സേജ് എനിക്ക് വരുന്നു. ഞാനത് റിപ്ലൈ ചെയ്യുന്നു, നമ്മൾ മീറ്റ് ചെയ്യുന്നു. അപ്പം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം, അതായത് സിവിൽസ് 360 അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് റോബിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. സോ ആ ചോദിച്ച സമയത്ത് എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ പോയത്. കാരണം ഞാൻ പാതി വഴിയിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച ഒരു കാര്യത്തിലേക്ക്, ഇൻ കേസ് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ കൂടി ഇത്രയും സിവിൽ സർവൻസിനെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്ന അത്രയും പേര് ആയിട്ടുണ്ടല്ലോ. സോ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഈവൻ എൻ്റെ കസിൻ പോലും അവിടെ പഠിച്ചത്. അപ്പോൾ പുള്ളിക്കാരി ലൈക്ക് ഷി വാസ് ലൈക്ക്, ചേട്ടാ ഞാൻ അവിടെ പഠിച്ച നല്ല സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞു. ആ ഒരു സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് പറയുമ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം വേറെ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, സാധിക്കാനായിട്ട് പറ്റി. സോ അത് തന്നെ ആയിരിക്കുമല്ലോ ഒരു അട്രാക്ഷൻ. നമ്മളിപ്പോൾ എന്തുകൊണ്ട് സിവിൽ സർവീസസ് എഡ്യൂക്കേഷനിൽ അട്രാക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഇവിടെ ബ്രാൻഡ് അംബാസിഡർ ആവാനുള്ളൊരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ റോബിൻ അതായിരിക്കും പറയുക. ഒബ്വിയസ്ലി, കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാനൊരു ഡോക്ടറായിട്ട് ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിനി അടുത്തൊരു ലക്ഷ്യമുണ്ട് എൻ്റെ ലൈഫിൽ. കാരണം എനിക്കിനി ഒരു IAS അല്ലെങ്കിൽ ഒരു UPSC എക്സാമൊക്കെ എഴുതി പാസ്സാകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ റോബിൻ ഒത്തിരി കാര്യം പറഞ്ഞു, ചൈൽഡ്ഹുഡിലുണ്ടായ കാര്യങ്ങൾ, നമ്മുടെ ഫെയിലിയർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മിക്സ്ഡ് ആണ്. ഒത്തിരി ഫീലിങ്സും ഇമോഷൻസും ഒക്കെ. നമ്മുടെ ആക്ച്വലി സിവിൽ സർവീസസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി ഈസി. അപ്പോൾ നമ്മുടെ ആസ്പിറൻസിനാണെങ്കിലും അവർ മൾട്ടിപ്പിൾ ടൈംസ് ഒത്തിരി മേ ബി ജഡ്ജ്മെൻറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം അവർ മേ ബി 100% ഷുവർ ആയിട്ടായിരിക്കും എക്സാമിന് പോകുന്നത്. ബട്ട് ദെൻ റിസൾട്ട് വരുമ്പോഴായിരിക്കും സംവേ ദേ വെന്റ് റോങ്, അവർക്കത് മനസ്സിലാവുന്നത്. സോ ഒരു ക്രഷ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആസ്പിറൻസിനോട് എന്താണ് റോബിന് പറയാനുള്ളത്?
ആക്ച്വലി നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റി ഒരു പ്രോപ്പർ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. കാരണം നമ്മളെ ജനറേഷൻ 90s ജനറേഷൻ പോലെയല്ല ഇപ്പം. ഇപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് എന്താ പറയുക, ഈസി ആയിട്ട് എല്ലാം ആക്സസിബിൾ ആണ്. നമ്മൾക്കിപ്പോൾ മൊബൈലുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, കാര്യങ്ങളുണ്ട്. സോ നമ്മുടെ ടാലൻറ്റ് എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള പാഷൻ എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഘട്ടം വരെ പാരൻസിൻ്റെ പാരസൈറ്റാണ്. അവർ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമുക്ക് കുറച്ചുകൂടെ എന്തുണ്ട്, കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. കാരണം പലരും ഇപ്പോൾ പറയുന്നത് ജെൻസി കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻസി കിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പേടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐ മീൻ എന്താ പറയുക, കാര്യപ്രാപ്തിയുള്ള ഒരുപാട് കുട്ടികളെ, മെച്ചുവറായിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതെ, എല്ലാ ജനറേഷനിലും ഉണ്ട്. അപ്പോൾ പൊതുവേ ജെൻസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് എന്ത് ചെയ്യാറുണ്ട്, അവർ കുറച്ച് കുരുത്തങ്കെട്ട കുട്ടികളാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജനറേഷനിലും ഉണ്ട്. അതിപ്പം 80s-ലാണെങ്കിലും 70s-ലാണെങ്കിലും ആൾക്കാരാണെങ്കിലും എന്തുണ്ട്, പ്രശ്നക്കാരുണ്ട്. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമുക്കിപ്പോൾ സിവിൽ സർവീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ ഐക്യമാണ്. ചിലർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, ഈസി ആയിട്ട് കാര്യങ്ങൾ അത് എന്താ പറയുക, ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും അത് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനു വേണ്ടി നമ്മൾക്ക് നമ്മുടെ ഐക്യം അല്ലെങ്കിൽ നമ്മളെ ഒരു ഹാർഡ് വർക്കിനനുസരിച്ച് നമുക്കിത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആദ്യം റിയലൈസേഷൻ വേണം. പിന്നെ അതിനുവേണ്ടി ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, എക്സ്ക്യൂസ് പറയാതിരിക്കുക. കാരണം എക്സ്ക്യൂസ് പറയാതെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയവും എഫേർട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. കാരണം ഈ കിട്ടിയ ആൾക്കാരെല്ലാം അങ്ങനെ കിട്ടിയവരാ. പിന്നെ ഫെയിലായി പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ഓട്ട മത്സരം, ഒരു 100 മീറ്റർ ഓട്ട മത്സരത്തിന് എല്ലാവരും ഓടുന്നു. അതിൽ ഒരാൾക്ക് ഫസ്റ്റ് കിട്ടുന്നു, ഒരാൾക്ക് സെക്കൻഡ് കിട്ടുന്നു, ഒരാൾക്ക് തേർഡ് കിട്ടുന്നു. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും അത് കവർ ചെയ്യുന്നു. പക്ഷേ ദ തിങ് ഈസ് ലൈക്ക് അവർ ഫെയിലായെന്നല്ല, അവരെത്താൻ കുറച്ച് വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? സോ ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സിവിൽ സർവീസ് സീറ്റ്സേ ഉള്ളൂ. അതാണ് ഇതിൽ ഏറ്റവും പ്രിപ്പയർ ചെയ്യുന്നതും ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മിനിമം ഒരു 3-4 ടൈംസെങ്കിലും അറ്റംപ്റ്റ്സ് കൊടുക്കുക നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച്. പിന്നെ അതനുസരിച്ച് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയും ഷുവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് വീണ്ടും ട്രൈ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതർ ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായില്ല? അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പാരൻസിൻ്റെയും സൊസൈറ്റിയുടെയൊക്കെ ക്രിറ്റിസിസം കേൾക്കും. അതിനി നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് എത്ര പറഞ്ഞാലും നമ്മളെ അടുത്ത് എന്തെങ്കിലും ഒരു കുത്തുവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും. ഒബ്വിയസ്ലി ഇപ്പം ഫെയിലേഴ്സ് എന്ന് പറയുമ്പോൾ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഫെയിലർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. കാരണം ദൈവമേ തോറ്റ ഇനി എന്ത് സംഭവിക്കുന്നു, എല്ലാവരും കേൾക്കണമല്ലോ. ഇത് പിന്നെ നമ്മൾ ഫേസ് ചെയ്ത് നമുക്കൊരു കട്ട എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഫെയിലിയറൊക്കെ എന്ത് ചെയ്യും, ഇത് പാർട്ട് ഓഫ് ദി ഗെയിം ആണെന്നുള്ള രീതിയിൽ നമുക്ക് ചിന്ത വരും. അതിനിപ്പോൾ നമുക്കൊരു 16 വയസ്സുള്ളപ്പോൾ ഉള്ള നമ്മുടെ ചിന്താഗതിയല്ല നമുക്കൊരു 35 വയസ്സ് വരുമ്പം. അപ്പോൾ അത് ഗ്രാജുവലി നമ്മൾ മെച്ചർ ആവുന്നതനുസരിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും, നമ്മളെ കാഴ്ചപ്പാട് മാറും. സോ അതിനനുസരിച്ച് ഫെയിലർ എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് പോലെ തന്നെയാണ്. ഫെയിലർ ഉണ്ടെങ്കിൽ സക്സസ്സും ഉണ്ടാകും, സക്സസ് ഉണ്ടെങ്കിൽ ഫെയിലർ ഉണ്ടാവും. ഇപ്പം ഞാനിപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു വലിയ സക്സസ്സിൽ നിന്നിട്ടാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ സക്സസ് കുറഞ്ഞു. ഇപ്പം ഞാൻ വലുതായിട്ട് ലൈം ലൈറ്റിലില്ല, ലൈവായിട്ട് നിൽക്കുന്നില്ല. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ തിരിച്ച് വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫെയിലിയർ ആവും. ഇപ്പം ഞാൻ ഈ ബിഗ് ബോസിൽ പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അതിൽ ചിലപ്പോൾ ഞാൻ ഒരു 100-110 പ്രാവശ്യം വീണിട്ടായിരിക്കും ചിലപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, അടുത്ത ഘട്ടത്തിലേക്ക് എടുത്ത് കാല് വെച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഫേസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക. കാരണം ഇല്ലീഗലായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും അത് നമ്മൾ പിടിക്കപ്പെടും. മനസ്സിലായി? നമ്മൾ ആ രീതി തെറ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് ഇപ്പോഴത്തെ ജനറേഷനല്ല, ഏത് ജനറേഷനിലുള്ള ആൾക്കാരാണെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതാകുമ്പോൾ നമുക്ക് മനസ്സമാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? കാരണം പിന്നെ എല്ലാവരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരേപോലെ ആവണമെന്നില്ല. കാശ് ഇന്ന് വരും നാളെ പോവും, സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഒരാളൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ നിൽക്കുകയാണ്, അയാൾക്ക് കുറച്ച് സമയം കൊടുക്കുക, അയാൾക്ക് അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക. ഉറപ്പായിട്ടും അയാൾക്ക് അത് ഓവർകം ചെയ്ത് വരാനുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം ഞാൻ റീസെൻ്റ്ലി ഇപ്പം ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം സൂയിസൈഡ് ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി വരുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം അത് ആക്ച്വലി ഒരു ക്രൈം അല്ല, ക്രിമിനൽ ക്രൈം അല്ല ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ്ങും കുറച്ച് സമയവും കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, പുറത്ത് വരാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ റീസെൻ്റ്ലി കുറച്ച് ന്യൂസ് കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്തത് എനിക്ക് പറയാൻ തോന്നിയത്. പിന്നെ ഉള്ളത് പിന്നെ ഈ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും
പരീക്ഷയ്ക്ക് തോറ്റു പോകുന്ന കാരണം പലരും സൂയിസൈഡ് ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് കുറവാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ അത് കുറച്ച് കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രഷറും അത്രയും പ്രഷർ ഭയങ്കര കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആക്ച്വലി നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു ബോധ്യം ഉണ്ടാവുന്നതിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ചുറ്റുമുള്ളവർ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരണം. നമ്മുടെ പാരൻസ് ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും നമ്മളെ ജീവിക്കാൻ അനുവദിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒറ്റ ലൈഫേ ഉള്ളൂ. നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു എന്താ പറയുക, ഒന്ന് അലോ ചെയ്യണം നമ്മൾ. മനസ്സിലായില്ല, നമ്മളൊന്ന് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് പറഞ്ഞങ്ങ് അല്ലെങ്കിൽ നമ്മളങ്ങ് എന്താ പറയുക, ഇൽട്രീറ്റ് ചെയ്ത് നമ്മൾ അതിൽ നിന്നും പേടിപ്പിക്കുന്നതിൻ്റെ പകരം ആ ചെയ്ത മോനെ തെറ്റാണ്, അത് നീ അടുത്ത പ്രാവശ്യം ഇങ്ങനെ നോക്കിയാൽ മതി, അതൊക്കെ സ്വാഭാവികമാണ്, നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നീ ബെറ്ററാവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നന്നാവും. അതിന് പകരം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് അവനെ അടിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം പാരൻസിൻ്റെ അടുത്ത് പറയത്തില്ല. അപ്പോൾ ഒരു കാര്യം പാരൻസിൻ്റെ അടുത്ത് പറയാതിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവൻ ചെന്ന് എത്തുന്ന പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇവൻ കംഫർട്ടബിൾ ആവുന്ന ഗ്യാങ് ചിലപ്പം പ്രശ്നക്കാരായിരിക്കും. അതുവഴി ഇവൻ ചിലപ്പം പല പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്യാം പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ പ്രശ്നത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും പാരൻസ് അറിയുന്നത് ഇവൻ ഇങ്ങനെ ഒരു, അപ്പോഴാണ് പറയുന്നത് എൻ്റെ മകൻ ഡ്രഗ് അഡിക്റ്റ് ആയി. ഇപ്പോൾ ഏതൊക്കെ റീസെൻ്റ്ലി ആരെയൊക്കെ വെട്ടിക്കൊന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നില്ലേ. സോ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും എന്ത് ചെയ്യണം, ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് തരണം. ഒരു 10 years കഴിയുമ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ മലയാളികൾ എങ്ങനെയായിരിക്കും ഓർക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് താങ്കൾ ഒത്തിരി കോൺട്രവേഴ്സീസിൽ കടന്നു പോയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഒരു ഡോക്ടറാണ്, ഒരു ബിഗ് ബോസ് വിന്നറാണ്, പിന്നെ സോറി അങ്ങനെ പറയാമോ? കുഴപ്പമില്ല, നോ ഇഷ്യൂസ്, പറഞ്ഞോ. ഒന്നുകൂടെ പറയട്ടെ. അത് എനിക്കൊന്ന് മനസ്സിൽ അങ്ങനെ വിന്നറായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ അത് കട്ട് ചെയ്യണ്ട കേട്ടോ, അങ്ങനെ അതാ പിന്നെ അങ്ങനെ തന്നെ പോട്ടെ. ആണ്. അപ്പോൾ അതിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ മലയാളികൾ എങ്ങനെ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഇതിൽ ആദ്യമേ ആ ഒരു എന്താ പറയുക, വിന്നർ എന്ന് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ ഷോയിൽ വരുമ്പം ജനങ്ങളുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. ഇപ്പം അമ്മ ഇത് പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോയതാണ്. ഇപ്പം ഞാൻ വിന്നറല്ല, ഞാൻ 70 ദിവസം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അതിൽ ആദ്യമേ താങ്ക് യു. രണ്ടാമത്തെ കാര്യം, 10 വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. ഞാനൊരു ബെറ്റർ പേഴ്സണാണ് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായിട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എൻ്റേതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് അടുത്ത സെക്കൻഡിൽ എന്താണെന്ന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് കാണുന്ന മനുഷ്യർക്ക് എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. എന്നെ ഇഷ്ടപ്പെടണം, കുറേ പേരുടെ ബ്ലെസ്സിങ്സ് മാത്രം മതി. എന്നെ ഇഷ്ടപ്പെടണം, കുറേ പേരുടെ ബ്ലെസ്സിങ്സ് വേണം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരുപാട് പേരുടെ സ്നേഹവും ബ്ലെസ്സിങ്സുമാണ്. അപ്പോൾ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, സാധിക്കും. മനസ്സിലായില്ലേ? പിന്നെ ലൈക്ക് അങ്ങനെ ഒരു ഭയങ്കര വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വലിയതാണ്. വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫിനെ അറിയാം, പൊടിക്കറിയാം, അത് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു ആഗ്രഹമായിട്ട് അത് ആഗ്രഹിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വലുത് തന്നെ ആഗ്രഹിക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യും വരും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തട്ടെ. കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നെന്നുള്ളത് ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് സീസൺ കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂട്ടത്തിലുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കളിയാക്കും, നീയോ ബിഗ് ബോസോ എന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ല? സോ അതുകൊണ്ട് ചില ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒന്നുകിൽ അച്ചീവ് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ അവരെ അറിയട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പറഞ്ഞ പോലെ ആഗ്രഹം നടക്കട്ടെ. അപ്പം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റോബിൻ്റെ ലൈഫിലൊരു ട്രാൻസിഷൻ, മേ ബി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേയുള്ള ഒരു റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്ത ഒരാളായിരിക്കും, ഡോക്ടറാണ് ഒബ്വിയസ്ലി. പക്ഷെ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ബിഗ് ബോസ് പെട്ടെന്നുണ്ടായ ഒരു ഗ്രോത്ത് ആണ്, ഒരു എന്താ പറയുക, പെട്ടെന്നുള്ള ഒരു ചേഞ്ചാണ്. അപ്പോൾ ആ ഒരു സക്സസ് അതെങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചേഞ്ച് ആകുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക നെഗറ്റീവ്സും ഉണ്ടായിട്ടുണ്ടാവാം. ഡെഫിനറ്റ്ലി എല്ലാ കാര്യത്തിലും പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് സക്സസ് എന്നുള്ളതിൽ വരെ നമ്മളെ ഹാർഡ്ഷിപ്സ് എന്തായിരിക്കും? ഇതിൽ ബിഗ് ബോസിൽ പോണതിന് മുന്നേ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ ഭയങ്കര ലൗഡായിട്ടുള്ള ഒരാളല്ല.
അധികം ബഹളം ഉണ്ടാക്കുന്ന ഒരാളല്ല, ഭയങ്കര അഗ്രസീവ് അല്ല. പക്ഷേ ഞാൻ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ലാലേട്ടനെ പോലെ ഒരു ലെജൻഡാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ മലയാളികൾക്ക്. സോ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ എൻ്റേതായിട്ടുള്ള ബെസ്റ്റ് കൊടുക്കുക. ഒരു PR പോലും കൊടുക്കാതെയാണ് ഞാൻ അതിലേക്ക് വന്നത്. അതിൽ മാക്സിമം ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി എനിക്ക് ആ ഷോ കൊണ്ട് കിട്ടി. പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴാണെങ്കിലും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്കാണെങ്കിലും ഇപ്പോഴും ആ ഒരു എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പലർക്കും ചിലപ്പോൾ അറിയത്തില്ല. ഞാനത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വർഷം എൻ്റെ ഈ ബിഗ് ബോസ് ഓഡിയൻസിലുപരി ഒരുപാട് ആൾക്കാരിലേക്കും കൂടെ ഞാൻ എത്തണമെന്ന്, സോഷ്യൽ മീഡിയ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിലൊരു PR സഹായം ഇല്ലാതെ ഞാൻ തന്നെ ഒരുപാട് കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ക്രിമിനൽ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ കോൺട്രവേഴ്സീസ് പല രീതിയിലുണ്ടായിട്ടുണ്ട്. റൂമേഴ്സ്, കോൺട്രവേഴ്സീസ്. ഒബ്വിയസ്ലി ലൈവായിട്ട് നിൽക്കാൻ വേണ്ടി കോൺട്രവേഴ്സീസ് അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫെയിമിൻ്റെ എക്സ്ട്രീം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തു. പിന്നെ ആ കാര്യങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്തു. ഇപ്പം പറയത്തക്ക വലിയ കോൺട്രവേഴ്സീസോ ട്രോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടൻറ്റ് കൊടുത്താലേ എന്തുള്ളൂ, അതിന് സംഭവങ്ങളുള്ളൂ. ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കയ്യിലാണ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്. നമ്മളൊരു കോൺട്രവേഴ്സി ആണെങ്കിലും നമ്മൾ എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ കണ്ടൻറ്റ് പബ്ലിക്കിൽ നമ്മളിപ്പം സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇതുപോലും പലരും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ എന്തെങ്കിലും കാര്യം എടുത്ത് ട്രോൾ ആക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ചെയ്യും. പണ്ട് ഞാൻ വേണമെന്ന് വെച്ച് ഇൻ്റർവ്യൂസിൽ കൊടുക്കാറുണ്ട്. കാരണം എൻ്റർടൈൻമെൻറ്റ് ഇതാണ്, റീച്ച് കിട്ടണം, അവർക്കും റീച്ച് കിട്ടണം, എനിക്കും റീച്ച് കിട്ടണം. ഒബ്വിയസ്ലി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യും, എനിക്കറിയാം അത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് ഭയങ്കര അഗ്രസീവായിട്ടുള്ള, ഭയങ്കര ലൗഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ, മനസ്സിലായി? ഞാൻ ബേസിക്കലി എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു മനുഷ്യനാണ്, മനസ്സിലായില്ല? അതിപ്പം എനിക്കിപ്പം ആണാണോ പെണ്ണാണോ അങ്ങനെയൊന്നുമില്ല. എന്ത് നല്ലതാണോ നല്ലതിനെ നല്ലതെന്ന് പറയുന്നതും മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൽ പലർക്കും ഒരു ചിന്താഗതിയുണ്ട്, ഞാൻ ഭയങ്കര എൻ്റെ ഒരു പ്രീവിയസ് കണ്ടസ്റ്റൻസ് പറഞ്ഞ കണക്ക് ഞാൻ ടോക്സിക് സൈക്കോപാത്താണ്, ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ അത്രയും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ദേഷ്യപ്പെടും. ഒരു ഹ്യൂമൻ ഇമോഷനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലൗഡായിട്ട് നിൽക്കുന്നാലേ നമ്മൾ ആൾക്കാരെ ശ്രദ്ധിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ ഒരു ഇനോഗ്രേഷൻ ചിലപ്പോൾ അവർ നമുക്ക് ആവശ്യപ്പെടും. എനിക്കൊരു 10-20 മിനിറ്റ് നിൽക്കുന്നതിന് 3 ലക്ഷം രൂപ തരുമ്പം അവർ പറയണേ നമുക്ക് ഇത്രയും നല്ല ഒരു ഓളുണ്ടാക്കി തരണം എന്ന് പറയുമ്പം അവരത്രയും കാശ് തന്ന് നമ്മളടുത്ത് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുമില്ല. ഞാൻ പോയിട്ടുള്ള 146 ഇനോഗ്രേഷൻസിലും മേ ബി ഒരു 10-15 സ്ഥലത്ത് മാത്രമേ അങ്ങനെ നടന്നിട്ടുള്ളൂ. പക്ഷേ ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർക്ക് അതാണ് എടുത്ത് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. അതിൽ അവരെ പിന്നെ അവർ പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് നല്ല ലൗഡായിട്ട് ഞാനിപ്പോൾ ഒരു സ്കൂളിലും പോയിട്ട് ഒരു കോളേജിൽ പോയിട്ട് മാത്രമേ എനിക്ക് ലൗഡായിട്ട് സംസാരിക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അത്രയും ഫ്രസ്ട്രേഷനിലൂടെ കടന്നു പോയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അഗൻസ്റ്റ് വന്ന സമയത്ത് ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ഔട്ട് ബേസ്റ്റായി. അപ്പോൾ ഞാനത് പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ്, ഞാനതങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ അതിനുശേഷം ആവർത്തിച്ചിട്ടില്ല. അതിനുശേഷം എവിടെ സ്കൂളിലാണെങ്കിലും കോളേജിൽ ഞാൻ ഈ വരുന്ന 9-ാം തീയതി ഒരു സ്കൂളിൽ ഗസ്റ്റായിട്ട് പോകുന്നുണ്ട്, 16-ാം തീയതി ഒരു സ്കൂളിൽ ഗസ്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സെലക്റ്റീവായിട്ട് മാത്രമേ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഇനോഗ്രേഷൻസ് ആണെങ്കിലും എല്ലാം ചൂസ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്കിപ്പം ഭയങ്കര ലൈം ലൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ ലൈം ലൈറ്റിൽ വരാം, മനസ്സിലായില്ലേ? മേ ബി ചിലപ്പോൾ നമ്മുടെ എപ്പോഴും അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഒരു 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 സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു സ്റ്റാറ്റിക്കായിട്ട് ഇങ്ങനെ പോകണം. മേ ബി അതായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ പോകുന്നത്. മേ ബി ചിലപ്പോൾ തിരിച്ചെന്ത് ചെയ്യും, വരെയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സക്സസ്സിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ? അതായത് അല്ലെങ്കിൽ ഒരു ക്വിക്ക് വേ, നമ്മൾ ഇങ്ങനെ ചെയ്താലും ഒക്കെ നമുക്ക് ഇവിടെ എത്തും, അങ്ങനെ ഉണ്ടോ? അത് കൺസിസ്റ്റൻ്റ് ആയി നമ്മൾ വർക്ക് ചെയ്യണോ? സക്സസ് എന്ന് പറയുന്നത് എല്ലാത്തിനും കൂടെ ഒരു മിക്സാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം, കൺസിസ്റ്റൻറ്റും ആയിരിക്കണം, മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് അതിനോടൊരു ആഗ്രഹം വേണം. ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമയം ഓട്ടോമാറ്റിക്കലി കണ്ടെത്തും. നമ്മൾ അതിനു വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രയത്നിക്കും. ആ ചെയ്യുന്ന ഹാർഡ് വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല, സ്മാർട്ട് വർക്കും കൂടെ വേണം. റൈറ്റ് ട്രാക്കിൽ അതെന്ന് പറയുന്നത് ഇല്ലീഗൽ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ആരെയും ദ്രോഹിക്കാത്ത രീതിയിൽ നമ്മുടെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്മാർട്ടായിട്ടും കൂടി ഇരുന്നാലേ ഇപ്പോഴത്തെ ഈ ഒരു സ്മാർട്ട് വേൾഡിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. പണ്ടത്തെ ഇന്ത്യ അല്ലേ ഇപ്പോഴത്തെ ഇന്ത്യ, അല്ലേ? പണ്ട് 2010 നമുക്കൊരു നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ 1 GB വേണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കും, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഈസി ആയിട്ട് എല്ലാം കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. ഹാർഡ് വർക്കും ചെയ്യണം, സ്മാർട്ട് വർക്കും ചെയ്യണം, കൺസിസ്റ്റൻറ്റും ആയിരിക്കണം. അതിനോടൊപ്പം നമുക്ക് അതിനോടുള്ള ഒരു വലിയ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാന്നേ ഉള്ളൂ, അച്ചീവ് ചെയ്യാന്നേ ഉള്ളൂ. ഇൻ കേസ് ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും
നമുക്ക് എന്ത് ചെയ്യുക, അതിനു വേണ്ടി കൊടുക്കുക, നമ്മളെല്ലാ ആഗ്രഹങ്ങളും സാധിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ തന്നെ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, എന്നെപ്പോലെ അധികം പഠിക്കാത്ത അല്ലെങ്കിൽ വലിയ ടാലൻറ്റഡ് അല്ലാത്ത നോർമലായിട്ടുള്ള ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുള്ളത്. മേ ബി ഒരു 90% ആൾക്കാരും അങ്ങനെ ആയിരിക്കും. 5-10% ഉള്ളൂ ഭയങ്കരമായിട്ട് സ്റ്റുഡീസായിട്ട് പഠിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാർക്കും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആവണമെന്ന് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ആഗ്രഹിച്ചിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ എക്സാമിന് എഴുതുന്നത്, എക്സാം എന്ന് പറയുന്ന ഓർമ്മശക്തി പരീക്ഷിക്കാനുള്ള കുറച്ച് പേപ്പർ മാത്രമാണ്. ആ സമയത്ത് നമുക്കിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഇരുന്ന് നാളത്തെ പരീക്ഷയ്ക്ക് ഇന്നിപ്പോൾ ഒരു 10-12 മണിക്കൂർ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ ക്വസ്റ്റ്യൻസ് ഒരു 5-6 നമുക്ക് ഈസിയായിട്ട് എഴുതാൻ പറ്റും. അതൊരു 10 ദിവസം കഴിഞ്ഞിട്ട് മറന്നും പോകും. അതിൽ കാര്യമില്ല, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം നമ്മളത് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതെ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വലിയ മാർക്ക് മേടിച്ച് വലിയ ജോലി കിട്ടുന്നതിലല്ല. നമ്മളൊരു പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ്. നമ്മൾ അത് എന്തുമാത്രം പോളിഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളെ ലൈഫിൽ നമ്മൾ സക്സസ് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ല? അപ്പം ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവും, കുറേ നെഗറ്റീവ്സും ഉണ്ടാവും. ആ ഒരുപാട് പോസിറ്റീവ്സിനെ കൂട്ടിക്കൊണ്ടേയിരുന്ന് ഈ നെഗറ്റീവ്സിനെ കുറച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്ക് നെഗറ്റീവ്സ് ഇല്ലാതെ ആക്കാൻ പറ്റത്തില്ല. കാരണം നാളെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യൂല്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സാഹചര്യങ്ങളാണ് ഒരാളിനെ എന്ത് ചെയ്യുന്നത്, തെറ്റിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായില്ല? സോ വലിയ തെറ്റുകൾ ചെയ്യാതിരിക്കുക, ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം വൺസ് നിങ്ങൾ അതിന് വേണ്ടി ഒരു ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രൈയിൽ നിങ്ങളുടെ ലൈഫ് എൻഡ് ചെയ്തു. ഈ കൂട്ടത്തിൽ കൂടുന്ന ആൾക്കാർ എപ്പോഴും ഒരു ട്രൈ എന്ന് പറയും. ആ ട്രൈ നമുക്ക് വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിൻ ചെയ്യുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ 35 വയസ്സിൽ ഞാൻ ഇതുവരെ കള്ളു കുടിക്കുക, സിഗരറ്റ് വലിക്കുക, ഡ്രഗ്സോ ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. അത് എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടല്ല, എനിക്കതിനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടുമല്ല. മേ ബി എക്സാക്ട്ലി. കാരണം മേ ബി ചിലപ്പോൾ ഞാൻ അതെന്തെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് സ്ട്രെസ്സ് വന്നാലും ചിലപ്പോൾ ഞാൻ അതിലേക്ക് പോകും. അപ്പോൾ എൻ്റെ ലൈഫ് ചിലപ്പോൾ നശിക്കും. എനിക്ക് പേടിയുണ്ട്. കാരണം നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉള്ളത്. ഞാൻ വെയിറ്റ് കുറയും, വെയിറ്റ് കൂടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കും. മനസ്സിലായില്ല? അപ്പോൾ സ്ട്രെസ് ഈറ്റിംഗ് ഉള്ളത് കാരണം എനിക്ക് കുറച്ച് റിലീഫ് വരുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഈ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ലൈഫ് എന്ത് ചെയ്യും, തടി കുറച്ച് കൂടിയാലും നമുക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വൺസ് ഇതിലേക്ക് വന്നു കഴിഞ്ഞ് ഇതിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു കംബാക്ക് ഇല്ല. അപ്പം നമ്മുടെ പാരൻസ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികളെ ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് ബെറ്റർ തന്നെയായിരിക്കും. അവർ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കാരണം നിങ്ങളെ പറ്റിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ ലോകത്തുണ്ട്. മനസ്സിലായില്ലേ? അത് നമ്മൾ പാരൻസ് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പം ഞാൻ പാരൻ്റൊന്നുമല്ല, പക്ഷേ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാനൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാരൻസും കുട്ടികളും തമ്മിലുണ്ടെങ്കിൽ തന്നെ പകുതി കൂടുതൽ പ്രശ്നങ്ങളും കഴിഞ്ഞു. മനസ്സിലായില്ല? സോ ഇത് പറയാൻ ഞാൻ വലിയൊരു പാരൻ്റ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് ഈ രീതിയിലൊക്കെ എനിക്ക് പറയാൻ പറ്റും. അതെ, ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതേ ഉള്ളൂ. സോ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. സോ ലൈഫ്, സക്സസ്, ഫെയിലിയർ, ക്രിറ്റിസിസം, ഇതെല്ലാം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ടോപ്പിക്സ് ആണ്. അപ്പോൾ ആ ടോപ്പിക്സിനെ കുറിച്ച് വളരെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ വളരെ ഓണസ്റ്റായിട്ട്, വളരെ തോട്ട്ഫുള്ളായിട്ട് വേർഡ്സ് ഷെയർ. എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. കാരണം ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ആദ്യമായിട്ടാണ് പോഡ്കാസ്റ്റ് ചെയ്യുന്ന, ടെൻഷനുണ്ട്, റിപ്പീറ്റേഷൻ വരുമോ എന്നൊക്കെ ഉണ്ട്. ഈ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് അമ്മുവിൻ്റെ ഫീഡ്ബാക്ക്? എൻ്റെ ഫീഡ്ബാക്ക് ആക്ച്വലി എനിക്കിത് കോൺവെർസേഷൻ, ഒരു പോഡ്കാസ്റ്റാണ്, ഒരു സീരീസ് ഇതാണെന്ന് എനിക്ക് തോന്നിയില്ല. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക, ഒരു വിചാരിച്ച അത്രയും പ്രശ്നമാണെന്ന് തോന്നിയോ? ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇതേപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നടന്നത് ഒരു പോഡ്കാസ്റ്റ് അല്ല, ഇതൊരു കോൺവെർസേഷനാണ്, ഒരു റിഫ്ലക്ഷനാണ്. സോ അതിന് റോബിനോട് വലിയൊരു താങ്ക് യു. ബിക്കോസ് അത്രയും ഓണസ്റ്റായിട്ട് ഇതിൽ ഞങ്ങളുടെ കൂടെ സഹകരിച്ചു, നല്ല വേർഡ്സ് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. 2026 നമ്മളെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. പിന്നെ ഈ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ ആൻഡ് താങ്ക് യു സിവിൽസ് 360 അക്കാഡമി. കാരണം IAS അക്കാഡമിയിൽ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. ഓക്കെ, അതിൽ ആ ഒരു ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. താങ്ക് യു ആൻഡ് താങ്ക് യു.
Thank you so much. We are also happy and proud to have you there. Okay. Listeners, thank you so much. Stay tuned, stay grounded, and keep moving. Thank you. Thank you. Keep smiling.